ഹായ് കൂട്ടുകാരെ, നമ്മുടെ 21 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൻ്റെ ഡേ 8 എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ കാണാൻ നിങ്ങൾ സമയം കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്ന ആഗ്രഹവുമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പഠിക്കണം എന്ന് മാത്രം പറയാമെന്നല്ല, ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. ഇന്ന് നീ ചെയ്യുന്ന ചെറിയ ശ്രമങ്ങളെ നാളത്തെ നീ ഒരിക്കലും മറക്കില്ല. ഒരു വർഷം കഴിഞ്ഞുള്ള നിന്നെ ഒന്ന് കാണും. ഒന്ന് കണ്ണടിച്ച് ചിന്തിക്കൂ. ഒരു വർഷം കഴിഞ്ഞു. നീ രാവിലെ എഴുന്നേൽക്കുന്നു. നിന്റെ കയ്യിൽ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ ഉണ്ട്. നീ ഒരുപാട് കാലമായി കാത്തിരുന്ന ആ ദിവസം വന്നിരിക്കുന്നു. വീട്ടിലെല്ലാവരുടെയും മുഖത്ത് സന്തോഷം. അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകളിൽ അഭിമാനം. നീ കണ്ണാടിയിൽ നോക്കി ചിരിക്കുന്നു. അപ്പോൾ നിന്റെ മനസ്സിലൊരു ചിന്ത വരും. അന്ന് ഞാൻ കൈവിട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആ സന്തോഷത്തിൻ്റെ പിന്നിൽ ഇന്ന് നീ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതിനാൽ ഇന്നത്തെ ബുദ്ധിമുട്ട് വെറും താൽക്കാലികമാണ്. എടോ, ഒരു കാര്യം ഓർക്കണം. ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരു ചാപ്റ്റർ തുറക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത ദിവസങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ എല്ലാം താൽക്കാലികമാണ്. 1 മണിക്കൂർ പഠിക്കാനിരിക്കുന്നത് ഇന്ന് കഷ്ടമായി തോന്നാം. പക്ഷേ റിസൾട്ട് വരുന്ന ആ ദിവസം, ആ 1 മണിക്കൂറിൻ്റെ വില നിനക്ക് മനസ്സിലാകും. വിജയിച്ച ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നു എന്നല്ല, അവർക്ക് അവരുടെ ലക്ഷ്യം ബുദ്ധിമുട്ടുകളെക്കാൾ വലുതായിരുന്നു. മറ്റുള്ളവരുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത്. പല ആസ്പിരൻസും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണിത്. മറ്റുള്ളവരുടെ ജേണി നോക്കി സ്വന്തം ജേണിയെ വിലയിരുത്തുന്നത്. ഒരാൾക്ക് 1 വർഷം കൊണ്ട് കിട്ടും, മറ്റൊരാൾക്ക് 3 വർഷം എടുക്കാം. പക്ഷേ അതുകൊണ്ട് ആരാണ് മികച്ചത് എന്ന് തീരുമാനിക്കാനാവില്ല. ഓരോരുത്തരുടെയും സമയവും യാത്രയും വ്യത്യസ്തമാണ്. നിന്റെ ജോലി ഒന്ന് മാത്രം. ഇന്നലത്തെ നിന്നേക്കാൾ ഇന്ന് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക. ഇന്ന് മുതൽ നമുക്കൊരു ചെറിയ വാഗ്ദാനം ചെയ്യാം. എനിക്കെല്ലാം പെർഫെക്റ്റായി ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഞാൻ ശ്രമം നിർത്തില്ല. എനിക്കെല്ലാ ദിവസവും മോട്ടിവേഷൻ ഉണ്ടാകില്ല, പക്ഷേ ഞാൻ എൻ്റെ ലക്ഷ്യം മറക്കില്ല. എനിക്ക് ചിലപ്പോൾ തോൽവി വരാം, പക്ഷേ ഞാൻ വീണ്ടും എഴുന്നേൽക്കും. കാരണം എൻ്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ മാത്രം ചെറിയതല്ല. നിൻ്റെ ഫ്യൂച്ചർ സെൽഫ് ഇന്ന് നിന്നോട് ഒരു കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. ദയവായി എന്നെ നിരാശപ്പെടുത്തരുത്. ഇന്നത്തെ ഡേ 8 ചലഞ്ച് വളരെ സിമ്പിളാണ്. ഒരു ഗോൾ പേപ്പർ തയ്യാറാക്കുക. അതിലെഴുതുക, ഞാൻ എന്തിനാണ് ഈ പരീക്ഷ ജയിക്കേണ്ടത്. ഒരു കാരണം എഴുതും. രണ്ടാമതായി, ഇന്നൊരു പ്രധാന ടോപ്പിക് പൂർത്തിയാക്കൂ. കുറഞ്ഞത് 25 MCQ പ്രാക്ടീസ് ചെയ്യൂ. പഠിക്കുന്ന സമയത്ത് ഫോൺ മാറ്റിവെക്കൂ. ഓർക്കണം, നിന്റെ ഫ്യൂച്ചറിന് നീ കൊടുക്കുന്ന സമയമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. എടോ, ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കും. ഈ ദിവസങ്ങളെ ഓർക്കും. കഷ്ടപ്പെട്ട ദിവസങ്ങളെ ഓർക്കും. കരഞ്ഞ ദിവസങ്ങളെ ഓർക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ അന്ന് നിർത്തിയില്ലല്ലോ എന്ന അഭിമാനം നിനക്കുണ്ടാകും. അതുകൊണ്ട് ഇന്ന് പഠിക്കൂ. നിന്റെ സ്വപ്നത്തിന് വേണ്ടി, നിന്നെ വിശ്വസിക്കുന്നവർക്കായി, നാളെ നിന്നെ കാണാൻ പോകുന്ന ആ വിജയിയായ നിനക്കായി. ഡേ 8 പൂർത്തിയാക്കിയവർ കമൻറ്റിൽ എഴുതൂ, മൈ ഫ്യൂച്ചർ ഈസ് വെയിറ്റിംഗ്. നാളെ ഡേ 9 വീണ്ടും കാണാം. ഓർക്കൂ, ഇന്ന് നീ ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങളാണ് നാളത്തെ വലിയ വിജയത്തിൻ്റെ കാരണം. പഠിക്കൂ, വളരൂ, വിജയിക്കൂ.